പണ്ട് ഒരു രാജാവ് വരിക വഴിയിലൂടെ. അദ്ദേഹം സംഗീതം ഇഷ്ടപ്പെടുന്ന ആളാണ്. വഴിയോരത്ത് കണ്ണുകുഴിഞ്ഞ് കവിളൊട്ടിയ, തലമുടി നീട്ടി വളർത്തിയ ഒരു തെരുവ് ഗായകൻ ഒരു ശ്രുതിപ്പെട്ടി മീട്ടി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. രാജാവിന് ഈ പാട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഇയാളെ ഇന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവരണം, വിളിച്ചു. രാജാവ് പോയി. അദ്ദേഹത്തെ വിളിക്കാൻ ചെന്നിട്ടുണ്ട്. ഇവിടെ രാജാവ് തന്നെ വിളിക്കുന്നു, വാ. രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ഈ താടി മുടിയൊക്കെ വളർത്തി വൃത്തിഹീനമായിരുന്ന പോരാ, കുളിച്ച് ശുദ്ധനായി വാ. കുളിപ്പിച്ചെടുത്തു, നല്ല വസ്ത്രം കൊടുത്തു, മുടിയൊക്കെ ചീകി ഒതുക്കി വൃത്തിയാക്കിയപ്പോൾ ആൾ നല്ല സുമുഖനായി. രാജാവിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുക. അപ്പോൾ ഈ മുഷിഞ്ഞ ശ്രുതിപ്പെട്ടി കയ്യിലുണ്ട്. രാജാവ് പറഞ്ഞ ഒരു പാട്ട് പാടിക്ക്. അവൻ ഈ ശ്രുതിപ്പെട്ടി കയ്യിലെടുത്ത് ഒരു പാട്ട് പാടി കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി നീ എങ്ങും പോകണ്ട, എൻ്റെ ഭക്ഷണം ഇവിടെ, എൻ്റെ ജീവിതം ഇവിടെ, നീ ഇന്ന് മുതൽ കൊട്ടാരം ഗായകനായി ഇവിടെ നിന്ന് പാടണം. അപ്പോൾ യജമാനെ, ഭാര്യയും മക്കളൊക്കെ ഉണ്ട് യജമാനെ, ജനം വലിച്ചെറിയുന്ന നാണയത്തുട്ടുകൾ യജമാനെ ഞങ്ങളുടെ ഉപജീവനം. രാജാവ് പറഞ്ഞു, അവർക്ക് മാത്രമല്ല, നിനക്ക് മാത്രമല്ല, അവർക്കും ഇവിടെ കഴിയാം. വ്യത്യസ്ത സംഗീതോപകരണങ്ങളൊക്കെ രാജാവ് എടുത്തു കൊടുത്തു. അപ്പോഴീ പാട്ടുകാരൻ പറഞ്ഞു, യജമാനെ ഇതൊക്കെ നല്ലതാ, എവിടെ പോയാലും എന്നെ ഞാനാക്കി ഈ ശ്രുതിപ്പെട്ടി കൊണ്ടുപോകും. ആയിക്കോട്ടെ. അന്ന് മുതൽ അവനൊരു തീരുമാനം എടുത്തു, എൻ്റെ ചെലവ്, എൻ്റെ ഭക്ഷണം, എൻ്റെ വസ്ത്രം, എൻ്റെ സകലതും തരുന്നത് രാജാവാണ്. ഈ നാവിന് രാജാവിന് വേണ്ടി മാത്രമേ പാടൂ, ഈ രാജ്യത്തിന് വേണ്ടി പാടൂ. ആ സ്വന്തം പാട്ടുകൾ കമ്പോസ് ചെയ്തു, പാട്ട് എഴുതാൻ തുടങ്ങി, കവിത എഴുതാൻ തുടങ്ങി. ആ പാട്ടുകൾ ആളുകളെ ഹരം കൊള്ളിച്ചു. അവൻ അറിയപ്പെട്ടു, പ്രസിദ്ധനായി. അവൻ്റെ മുഖകാന്തി വർദ്ധിച്ചു. കാരണം പിച്ചേതണ്ടി നടന്ന മനുഷ്യനെ പിടിച്ച് ഈ നിരയിലേക്ക് എത്തിച്ചപ്പോൾ അവന് വന്ന മാറ്റം വലുത്. ഒരു ദിവസം അറിയുന്നൊരു ദുരന്ത വാർത്ത, ഈ രാജ്യത്തെ ശത്രുരാജ്യം നേരിടുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. പടയാളികൾ ഒന്നൊന്നായി മരിച്ചു വീഴുക. പരാജയത്തിൻ്റെ ആഴത്തിലേക്ക് യുദ്ധം പോവുക. ഇവൻ രാജാവിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, പ്രഭോ, അടിനക്കുടി യുദ്ധമുഖത്തയക്കുമോ? നിനക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ലല്ലോ, നിനക്ക് ആയുധം പിടിച്ച് ശീലമില്ലല്ലോ, നീ എന്ത് ചെയ്യും? അവൻ പറഞ്ഞു, ഗുരു, ഓ പ്രഭോ, അടിയൻ്റെ മുഷിഞ്ഞ ഈ ശ്രുതിപ്പെട്ടി കയ്യിലെടുത്ത് അതിലൂടെ ഇങ്ങനെ ഞാൻ ആ കോഴ്സൊക്കെ പിടിച്ച് നമ്മുടെ പടയാളികൾക്ക് ഉന്മേഷം വരുന്ന ചില പാട്ടുകൾ പാടും. ക്ഷീണിച്ചവർക്ക് ആവേശം വരും. ആ പാട്ടിൻ്റെ മനോഹാരിതയിൽ അവർ യുദ്ധം ചെയ്യിക്കും. ആകട്ടെ, നിന്നാൽ കഴിയുന്നത് ചെയ്യും. അവൻ പോയി പാടാൻ തുടങ്ങി. അവൻ പ്രതീക്ഷിച്ചവരൊന്നുമല്ല കാര്യം നടന്നത്. യുദ്ധത്തിൽ നമ്മുടെ രാജ്യം തോറ്റു. ഈ മനുഷ്യനും പിടിക്കപ്പെട്ടു. പിടിക്കുന്ന ആളുകളെ കണ്ണ് കുത്തി പൊട്ടിച്ച് തടവുള്ളിയാക്കി കൊണ്ടുപോകും. ഇവനെ കൊണ്ടിരുത്തി ഈ ശത്രുവിൻ്റെ രാജ്യത്ത്. എന്നിട്ട് അവിടുത്തെ രാജാവിനോട് പിടിച്ചുകൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവൻ ഭയങ്കര പാട്ടുകാരനാട്ടോ, അവരുടെ ആസ്ഥാന ഗായകനാണ്. രാജാവിനും പാട്ടിഷ്ടമായിരുന്നു. പുതിയ രാജാവ് പറഞ്ഞു, എന്നാൽ നീ ഒന്ന് പാടിക്കൊപ്പിച്ച്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, തെറ്റിദ്ധരിക്കില്ലേ തിരുമനസ്സേ, അനാദരവാണെന്ന് തോന്നില്ലേ തിരുമനസ്സേ, എനിക്ക് വേറെ പാട്ടൊന്നും അറിയില്ല. ഞാൻ പാടിയാൽ നിൻ്റെ ശത്രുവായ എൻ്റെ രാജാവിനെക്കുറിച്ച് പാടും, മറ്റൊന്നും എനിക്കറിയില്ല. ഒരു പാട്ടല്ലേ, നീ ഏതെങ്കിലും പാടിക്കൊള്ളൂ. അവൻ ശ്രുതി വീട്ടി പാട്ടാരംഭിച്ചു. ഇതുവരെ പാടാത്ത വിധത്തിൽ ആ മനസ്സങ്ങോട്ട് തീഷ്ണമായ വികാര വിക്ഷോഭങ്ങൾക്ക് വിധേയപ്പെട്ടു. പാട്ടിൻ്റെ തീവ്രതയിൽ അവനൊരു അബദ്ധം പറ്റിയിരുന്നു. കാരണം ഇത് കോറസ് അതിൻ്റെ എൻഡിങ്ങിൽ കൂടണം, കൂടെ ഇതുപോലെ ഗായക സംഘം കൂടണം. അതിനൊരു സ്ഥായീ ഭാവത്തിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ പോസ്, അവിടെ ഒരു നിർത്തലുണ്ട്. ആ നിർത്തുന്ന സമയത്ത് ഒരു 3 കൈത്താളം കൃത്യമായി വീഴണമെങ്കിൽ അടുത്ത സ്ഥായിലേക്ക് ക്ലൈമാക്സിൽ അത് പാടി ഒപ്പിക്കാൻ പറ്റൂ. ഈ ചെല്ലുന്ന സ്ഥലത്തൊന്നും ആർക്കും അറിയില്ല.
അത്തരം പാട്ട് അബദ്ധവശ സെലക്ട് ചെയ്തു. തൻ്റെ പാട്ട് മുഴുമിപ്പിക്കാനാവാതെ പാതി വഴിയിൽ ഇടിച്ചു നിർത്തണം. ഈ വേദന അവനെ ഭരിച്ചു. ആ പാട്ടിലെ വരികൾ ഇങ്ങനായിരുന്നു: മഹാരാജാവേ, നിനക്ക് അശ്രുപൂജ, പ്രാണനും മജ്ജയും മാംസവും എന്നും നിനക്ക്, എന്നും തുടിക്കുന്ന മനസ്സുകൊണ്ട് മരിച്ചാലും നിനക്കൊപ്പം ഈ പാവം ഗായകനുണ്ടാകും. ഇതൊക്കെയല്ലേ അർത്ഥം. അവസാനം പറയും, രാജാവേ ജയിക്ക, രാജാവേ ജയിക്ക, രാജാവേ ജയിക്ക. ഈ പറയുന്ന ആ ക്ലൈമാക്സിൽ എത്തിക്കാൻ കഴിയണമെങ്കിൽ ഈ കൈയടിക്കണം. അല്ലേ ഈ 3 കാര്യം പറഞ്ഞില്ലെങ്കിൽ പാട്ടിന് അർത്ഥമില്ല. അവനാകെ വിഷമിച്ചു. എൻ്റെ രാജാവിനൊരു അശ്രുപൂജ അർപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത പാട്ട് ഇതായിപ്പോയല്ലോ, പാടി എത്തിക്കാനാവില്ലല്ലോ. എങ്കിലും അവൻ പാടി. ആ എൻഡിങ്ങിൻ്റെ തൊട്ടടുത്ത് ഇടിച്ചു നിർത്താൻ തുടങ്ങിയും അമ്പരപ്പിക്കുന്നൊരു പ്രതികരണം, ഒരു 3 കൈത്താളം, കൃത്യം താളവട്ടം, അക്ഷരക്കാലം കൃത്യം നിശ്ചയിച്ച് അണുവിട തെറ്റാതെ അതാ കേൾക്കുന്നു. അവൻ അമ്പരന്ന് ജയിക്ക, ജയിക്ക, ജയിക്ക എന്നിങ്ങനെ പറയുമ്പോൾ ഇതുവരെ പാടാത്ത വിധത്തിൽ പാടി. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എല്ലാവരും കൈയടിച്ചു. നിശബ്ദത വന്നപ്പോൾ അവൻ ഒരു ചോദ്യം ആരോടാണെന്നറിയണ്ടേ? ഈ കൈയടിച്ച ആളാരാന്നറിയില്ല. അവൻ്റെ ചോദ്യം, കൂട്ടുകാരാ, താങ്കളാരാ? ഞാൻ ശത്രുവിൻ്റെ കോട്ടയിൽ പിടിക്കപ്പെട്ടിരിക്കുമ്പോൾ അയാൾക്കെതിരെ നിന്നുകൊണ്ട് ഞാൻ വളർന്ന എൻ്റെ രാജ്യത്തിലെ രാജാവിനെ പ്രകീർത്തിച്ചു പാടുമ്പോൾ എനിക്ക് കൈയടിച്ച് പ്രോത്സാഹനം തന്ന് എൻ്റെ പാട്ട് മുഴുമിപ്പിക്കാൻ ഒപ്പം നിന്ന് താങ്കൾ ആരാ? മറുവശത്തെ വാക്കുകൾ ഒരേ സമയത്ത് വേദനയും ആവേശവും പകരുന്നതായിരുന്നു. പ്രിയപ്പെട്ട ഗായക, അത് വേറെ ആരുമല്ല, ഇത് ഞാനാ, നിന്റെ രാജാവ്, നിന്റെ സ്വന്തം രാജാവ്, നിന്നെ ആസ്ഥാന ഗായകനാക്കി വളർത്തി പരിപോഷിപ്പിച്ച നിന്റെ രാജാവ്. നിന്റെ തൊട്ടരികിൽ എൻ്റെയും കണ്ണുകുത്തി പൊട്ടിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ശത്രുവിൻ്റെ മുമ്പിൽ നിനക്ക് വേണമെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞ് അയാൾക്ക് വേണ്ടി പാടാമായിരുന്നു. ഇവിടെ ഇരുന്നു കൊണ്ടും നിന്നെ ഈ നിലയിലെത്തിച്ച് എന്നോട് നന്ദി പറഞ്ഞ് പാടിയപ്പോൾ ചങ്ങലയിൽ ബന്ധസ്ഥനാണെങ്കിലും അവശേഷിക്കുന്ന കൈകൊണ്ട് പരമാവധി ശക്തിക്ക് നിനക്ക് വേണ്ടി ഒരു 3 കൈത്താളം ഇട്ടുതരാൻ ഒരു പ്രചോദനം എനിക്കുണ്ടായി. പാട്ടുകാരാ, നിന്റെ രാജാവ് നിന്റെ ഒറ്റപ്പെടലിൽ നിന്നെ കൈവിടില്ല, കൂടെ നിൽക്കുന്ന രാജാവായത്. ഇങ്ങനെ നമുക്കും ഒരു രാജാവുണ്ട്. മരണത്തിൻ്റെ മുഖത്തും അവനൊപ്പം നിൽക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് ജയഗീതം മുഴക്കണം. ഫൈനൽ വിക്ടറി ബിലോങ്സ് ടു യു. നമുക്കുള്ളതാ അന്തിമ വിജയം. ജയമെടുക്കണം ദൈവത്തിൻ്റെ മക്കൾ. പാടുന്നത് രാജാവിന് വേണ്ടി, പ്രസംഗിക്കുന്നത് രാജാവിന് വേണ്ടി, പ്രാണനും മജ്ജയും മാംസവും ഈ മഹാരാജാവിന് വേണ്ടി, ഈ ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കാൻ മനസ്സുള്ള ഒരാളെങ്കിലും അകത്തും പുറത്തുമുണ്ടെങ്കിൽ അവർക്ക് കരമുയർത്താ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. തിരക്കരമുയർത്തുന്നു. എനിക്ക് യേശുവിനെ അനുധാവനം ചെയ്യണം, യേശുവിൻ്റെ മകനാകണം. ഇവിടെ ഇരിക്കുന്ന 1,00,000 പേരും യേശുള്ളവരാ. എങ്കിലും ചോദിക്കുക, ഒരാളെങ്കിലും യേശുവിനെ കൂടാതുണ്ടെങ്കിൽ എനിക്ക് യേശുവിനെ അനുഗമിക്കണം. ആഗ്രഹമുള്ളവർക്ക് മാത്രം കരമുയർത്താൻ. ദൂരത്ത് ഞങ്ങളുടെ ദൃഷ്ടിയിൽ കാണാതെ ഒരാളെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളെ കാണുന്ന ദൈവം ഇടപെടട്ടെ. ഒപ്പം ശിഷ്ടായുസ് ഇനിയുള്ള കാലം എനിക്ക് യേശുവിനായി പാടണം, യേശുവിനായി പ്രസംഗിക്കണം. ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. എൻ്റെ ചിന്തകൾക്ക് മൂർച്ച പോരാ, ആശയങ്ങൾക്ക് ശക്തി പോരാ. മരണം വന്നാലും പിന്മാറാതെ കർത്താവിൻ നാമത്തിനായി, അവിടുത്തെ ശുശ്രൂഷയ്ക്കായി വേർതിരിയണം. ആഗ്രഹമുള്ളവർക്കും കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിനായി വേർതിരിയാൻ, യേശുവിന് വേണ്ടി നിൽക്കാൻ കെൽപ്പുള്ള, ഈ ക്രൂശ് ചുമക്കാൻ മനസ്സുള്ള ആരുണ്ട്? അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് കരമുയർത്താം. യേശുവേ, ഞാൻ അങ്ങേക്കായി.
നിങ്ങൾ കരമുയർത്തുന്നു. ചിലർ കരമുയർത്തരുത്, തമ്പുരാൻ തൊടട്ടെ. അധികം പേര് കരമുയർത്തുന്നില്ലായിരിക്കുക, പക്ഷെ ചിലർ കരമുയർത്തുന്നു. യൗവനക്കാർ കരമുയർത്തുന്നു. നിങ്ങൾ യേശുവിന് വേണ്ടി വേർതിരിഞ്ഞാട്ടെ. എല്ലാവരും പ്രാർത്ഥന നിർഭരമായി കർത്തത്തിൽ എഴുന്നേറ്റ് നിന്ന് അനിവാര്യമായൊരു ഗാനം ആലപിക്കുമ്പോൾ പാട്ടോടെ ദൈവത്തിന് മഹത്വമർപ്പിച്ച് സന്തോഷചിത്തരായി മടങ്ങാൻ ഈ രാത്രിയിലെ വചന ശുശ്രൂഷ നമുക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.